ഓം നമോ നാരായണായ. സ്വാമി ആനന്ദവനം ഭാരതി ശ്രീപഞ്ചദശനാം ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരം തിരുവനന്തപുരത്ത് അമ്മമാരുടെ മുൻകൈയിൽ പരാശക്തിയായ അമ്മയ്ക്കുള്ള ഒരു വലിയ അർച്ചന, ഒരു മഹായാഗം നടക്കുകയാണ്. ശ്രീ ലളിത മഹായാഗം. ശ്രീ ലളിതാ പരമേശ്വരിയെ, ലളിതാ പരമേശ്വരിയുടെ തന്നെ പ്രത്യക്ഷഭാവമായ അമ്മമാർ ദീർഘകാലത്തെ അധ്യയനത്തിലൂടെയും വ്രതനിഷ്ഠയിലൂടെയുമൊക്കെ അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി എന്നോണം യാഗത്തിലെ അർച്ചകരായി അമ്മയ്ക്ക് ആ തപോബലത്തെ അമ്മയ്ക്കും തുടർന്ന് അതിലൂടെ ലോക കല്യാണത്തിനും വേണ്ടി സമർപ്പിക്കുക. ശ്രീകുലം, ശ്രീമാതരം, ഗായത്രി ഗുരുകുലം, ഇങ്ങനെ 3 ഗുരുകുലങ്ങളിലെ അമ്മമാരുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു സമർപ്പണമായിട്ടാണ് ഈ ലളിത മഹായാഗം നടക്കുന്നത്. ദീർഘകാലത്തെ ഉപാസകയും ബ്രഹ്മനിഷ്ഠയുമായിട്ടുള്ള സുജ മോഹൻജിയാണ് അതിൻ്റെ മുഖ്യ ആചാര്യത്വം വഹിക്കുന്നത്. ശ്രീകുലത്തിൻ്റെ ആചാര്യൻ സതീശൻ ഭട്ടതിരിപ്പാട്, ഗായത്രി ഗുരുകുലാചാര്യൻ അരുൺ പ്രഭാകർജി തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരുടെ ഒരു മാർഗനിർദ്ദേശത്തിലും മേൽനോട്ടത്തിലുമാണ് ഈ മഹായാഗം നടക്കുന്നത്. ഭാരതത്തിൻ്റെ ആധാരമായി സങ്കല്പിച്ചിരിക്കുന്നത് മാതൃഭാവത്തെയാണ്. സൃഷ്ടിയുടെ കേന്ദ്രമായിട്ട് മാതൃഭാവത്തെയാണ് പൂർവാചാര്യന്മാർ സങ്കല്പിച്ചു വന്നിരിക്കുന്നത്. നമ്മുടെ ജന്മദേശത്തെയും നമ്മുടെ ജീവസ്രോതസ്സുകളായിട്ടുള്ള അമൃതധാരകളായിട്ടുള്ള തീർത്ഥ സ്നാനങ്ങളെയും ഒക്കെ മാതൃഭാവത്തിലാണ് നമ്മൾ ആരാധിച്ച് നമസ്കരിച്ചു വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പരമ്പരകളും അമ്മയുടെ മക്കളായിട്ട് ലളിതാ പരമേശ്വരിയുടെ, ഭദ്രകാളിയുടെ, ഭുവനേശ്വരിയുടെ, ദുർഗയുടെ, അങ്ങനെ വിവിധ ഭാവങ്ങളിലുള്ള അമ്മയുടെ മക്കളായിട്ടാണ് എല്ലാ പരമ്പരകളും അവരുടെ സപര്യ കേരളത്തിൽ തുടർന്നു പോകുന്നത്. കേരളത്തിൽ നിന്നുള്ളതല്ല, ഭാരതത്തിലാകെ തന്നെ പൂർണ്ണമായിട്ടും സ്ത്രീകളുടെ മുൻകൈയാൽ, സ്ത്രീകളുടെ ആചാര്യത്വത്താൽ, സ്ത്രീകൾ അർച്ചകരായി ഒരു മഹായാഗം, ലളിതാ മഹായാഗം നടക്കുന്നത് വളരെ അപൂർവമായ ഒന്നാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഥമമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. ലളിതാ പരമേശ്വരി ഒരമ്മ സ്വന്തം മക്കളെ എന്ന പോലെ ഈ ഭൂമിയിലെ സജ്ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ഒരു വലിയ ഊർജം പകരുന്ന ഒന്നായിട്ടാണ് ഈ യജ്ഞം, ഈ യാഗം പരിണമിക്കുന്നത്. ലോക കല്യാണത്തിനു വേണ്ടി മഹാസങ്കല്പം ചെയ്തിട്ടാണ് ഈ യാഗം നടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ സമാധി മണ്ഡപത്തിൽ നടന്ന ലളിതായാഗം, ആ ലളിതായാഗത്തിൻ്റെ സമർപ്പണത്തിൽ അതിൻ്റെ ചൈതന്യങ്ങളെ ആ സമാധി പീഠത്തിലേക്ക് ആവാഹിച്ചു ചേർക്കുമ്പോൾ അന്നത്തെ യാഗത്തിൻ്റെ ആചാര്യനായിരുന്ന സതീശൻ ഭട്ടതിരിപ്പാട്ജി എടുത്തൊരു സങ്കല്പമാണ് അമ്മമാരുടെ മുൻകൈയിൽ ഇങ്ങനെ ഒരു യജ്ഞം നടക്കണമെന്ന്. അതിന് ഒരു 1.5 വർഷത്തോളം നീണ്ട അത്തരത്തിലുള്ള ഒരു വ്രതാനുഷ്ഠാനങ്ങളും അധ്യയനവും ഒക്കെ നടത്തിയതിൻ്റെ ഒരു സാഫല്യം കൂടിയായിട്ടാണ് ഇപ്പോൾ ഇത് ഇവിടെ ലളിതാ മഹായാഗത്തിന് രാവിലെ അഗ്നി തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മഹാസങ്കല്പം ഈ ലോകത്തെ കൂടുതൽ ധാർമ്മികമായ പാതയിലേക്ക് നയിക്കാനും സമാജത്തിനും ദേശത്തിനുമെല്ലാം കല്യാണത്തെ പ്രദാനം ചെയ്യാനും കഴിയുന്ന വലിയൊരു മഹായജ്ഞമായിട്ട് അങ്ങനെ മാറുകയാണ്. ഭാരതം ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണത്. ഭാരതത്തിലെ അമ്മമാരുടെ സിന്ദൂരം മതത്തിൻ്റെ പേരിൽ മാഞ്ഞു കളയുന്ന ഒരു ഭീകരാക്രമണത്തെ തുടർന്ന് അതിന് പ്രതിരോധം തീർത്തുകൊണ്ട് ഭാരതത്തിലെ രാഷ്ട്രം മുഴുവൻ, രാഷ്ട്രത്തിലെ സൈനികരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് രാഷ്ട്രം മുഴുവൻ ആ ഭീകരവാദത്തിനെതിരെ ആയിട്ടുള്ള പ്രതിരോധം തീർത്ത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നടക്കുന്ന ഈ മഹായാഗം
ആ പോരാളികൾക്കുള്ള ഒരു പോരാളികളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അർപ്പണം കൂടിയാണ്. ഭാരതത്തിൻ്റെ ശക്തിയുടെ, ഭാരതത്തിൻ്റെ മാതൃഭാവത്തിൻ്റെ ശക്തിയുടെ, അങ്ങനെ ലോകരക്ഷയുടെ ഒരു പുതിയ യജ്ഞ സങ്കല്പം ഈ ലളിതാ മഹായാഗത്തിലൂടെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുകയാണ്. യാഗത്തിൻ്റെ സഫലീകരണം നമ്മുടെ ആധ്യാത്മിക പന്ഥാവിന് തന്നെ പുതിയൊരു അനുഭവമായിരിക്കും.